വിമാന സർവീസുകൾ തുടർച്ചയായി വൈകുന്നതിൽ സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ് സിയാൽ. സർവീസുകൾ കൃത്യമായി നടത്തണമെന്ന് വിമാനത്താവള അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനുവദിച്ച സ്ലോട്ട് പിൻവലിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മുന്നറിയിപ്പ്. സൈഫു നിസ വിവരങ്ങളുമായി ചേർന്നു. സൈഫു, കടുപ്പിക്കുകയാണ് സിയാൽ. തീർച്ചയായും സേതു, കടുത്ത നടപടികളിലേക്ക് സിയാൽ കടക്കുന്നതിന്റെ മുന്നോടിയായാണ് ഇപ്പോൾ സ്പൈസ് ജെറ്റിന് കൊച്ചി വിമാനത്താവള അധികൃതരായ സിയാൽ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് 1 മുതൽ സ്പൈസ് ജെറ്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ഈ സമയനിഷ്ഠ പാലിക്കുന്നതിൽ വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കൃത്യമായി സമയക്രമം പാലിക്കണം. യാത്രക്കാരെ അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ലാൻഡിംഗ് ടേക്ക് ഓഫ് സ്ലോട്ടുകൾ റദ്ദാക്കും എന്നാണ് ഇപ്പോൾ ഒരു കടുത്ത നിർദ്ദേശം സിയാലിന്റെ ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച കാരണം എന്താണെന്ന് സിയാല് സ്പൈസ് ജെറ്റിനോട് ചോദിച്ചിരുന്നു. പലതവണയും വിമാനം റദ്ദാക്കുന്ന നടപടി ഉണ്ടായി. ഇന്നലെ പോലും കൊച്ചി ഫുജൈറ വിമാനം അവസാന നിമിഷം റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായി, വൈകി പുറപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ കഴിഞ്ഞ ഒരു മാസമായി വിമാനം കൃത്യസമയത്ത് പുറപ്പെടുകയോ അതല്ലെങ്കിൽ പെട്ടെന്ന് റദ്ദാക്കുകയൊക്കെ ചെയ്യുന്നത് എന്ന് സിയാൽ അധികൃതർ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് എന്നാണ്. പക്ഷേ കൊച്ചിയിൽ നിന്ന് പുറപ്പെടുന്ന മറ്റു വിമാനങ്ങൾക്കൊന്നുമില്ലാത്തൊരു കാലാവസ്ഥ മോശമാകുന്ന ഒരു പ്രശ്നം സ്പൈസ് ജെറ്റിന് മാത്രമാണ് എന്തുകൊണ്ടാണ് എന്ന് സിയാൽ ചോദിക്കുകയും ഇത്തരം വാദങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് സിയാൽ അധികൃതർ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു കർശന നിർദ്ദേശം നൽകിയതിനു ശേഷവും ഈ രീതിയിൽ ഈ വിമാന അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഈ തെറ്റായ രീതിയിലുള്ള കീഴ്വഴക്കങ്ങൾ, അതായത് ഒരു വിമാനം പുറപ്പെടുന്നതിന് കൃത്യമായൊരു സമയമുണ്ട്, ആളുകളെ കയറ്റുന്നതിന് സമയമുണ്ട്. പക്ഷെ അത് കൃത്യമായി ആളുകൾ ഈ വിമാനത്താവളത്തിൽ കാത്തുകെട്ടി നിൽക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ പോകുമ്പോൾ ഇനി അത് ആ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല. ഇനിയും ഈ രീതിയിൽ തുടരുകയാണ് എങ്കിൽ ഈ സ്പൈസ് ജെറ്റിന്റെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നുള്ള ടേക്ക് ഓഫും ഒപ്പം തന്നെ ലാൻഡിങ്ങിന്റെയും സ്ലോട്ടുകൾ അനുവദിച്ചിരിക്കുന്നത് റദ്ദാക്കുമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ നോട്ടീസിലൂടെ സിയാൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് സ്പൈസ് ജെറ്റിന് അത്ര ഒരു എളുപ്പമാകില്ല ഇത്തരം രീതിയിലുള്ള നടപടികൾ ഉണ്ടായാൽ എന്നുള്ള ഒരു സൂചന കൂടിയാണ് സിയാൽ നൽകുന്നത്. ഇതല്ലാതെ തന്നെ സിയാലിലെ മറ്റു പല സേവനങ്ങളൊക്കെ ഉപയോഗിച്ചതിന് കോടിക്കണക്കിന് രൂപ സിയാലിന് സ്പൈസ് ജെറ്റ് നൽകാനുണ്ട്. ആ രീതിയിലുള്ള ബാധ്യതകൾ അവിടെ നിൽക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് ഈ സമയക്രമം പാലിക്കാത്തത് കൊണ്ടുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സിയാൽ അറിയിച്ചിരുന്നു, സ്പൈസ് ജെറ്റിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാരുണ്ടെങ്കിൽ അവർ വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ കൃത്യമായി വിമാന കമ്പനി അവരെ ബന്ധപ്പെടുകയും ഈ വിമാനം എത്ര സമയത്താണ് കൃത്യമായി പുറപ്പെടുക എന്ന് അന്വേഷിച്ച ശേഷവും വിമാനത്താവളത്തിലേക്ക് വരാനായി സിയാൽ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് പലരും വന്ന് മണിക്കൂറുകളും 12 മണിക്കൂറിലേറെയൊക്കെ വന്ന് കാത്തു നിൽക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ സിയാലിന്റെ ഭാഗത്തൊരു നിർദ്ദേശം നൽകിയിരുന്നു യാത്രക്കാർക്ക്. ഇപ്പോൾ ഈ സ്പൈസ് ജെറ്റിനും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സിയാൽ.